ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉഗ്രൻ ടേസ്റ്റിലൊരു കാശ്മീരി ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്കിനി ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 3 സവാള, 30 മുതൽ 35 എണ്ണം വരെയുള്ള ചെറിയുള്ളി, 1 കുടം വെളുത്തുള്ളി, 3 തക്കാളി, 5 പച്ചമുളക്, മീഡിയം വലുപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി, ഇത്രയും ഒന്ന് എടുത്തു വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാനായി തുടങ്ങാം. വിറകടുപ്പിലാണ് ഞാനിന്ന് ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കുന്നത്. വിറകടുപ്പിൽ ഇരുമ്പ് ചീനിച്ചട്ടി വെച്ചുകൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അടുപ്പിൽ വെച്ച് ചീനിച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് 2 ചെറിയ കഷ്ണം കറുവപ്പട്ടയും 4-5 ഗ്രാമ്പൂവും 7-8 ഏലക്കയും ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് സവാളയും ചെറിയുള്ളിയും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 10-15 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്ത് വെക്കണം. ഇനി തക്കാളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തത് വഴണ്ടു വന്ന ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ടു വരുമ്പോഴേക്കും ചിക്കൻ കറിക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോഗ്രാം അളവിലുള്ള ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് 1 പിടി പുതിനയിലയും മല്ലിയിലയും ചെറുതായി അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുത്ത് 5 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അതിനുശേഷം അടപ്പ് മാറ്റി ചിക്കൻ ഒന്ന് ഇളക്കിയതിന് ശേഷം കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 20 മുതൽ 25 മിനിറ്റ് നേരം വരെ അടുപ്പിൽ വെച്ച് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ്റെ ഗ്രേവി എല്ലാം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കണം. ഗ്രേവി നന്നായിട്ടൊന്ന് കുറുകി വന്നാൽ പിന്നെ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പിൻ്റെയും തൈരിൻ്റെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിൻ്റെ മുകളിലായി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഗ്രേവി കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ദാ ഇപ്പോൾ നമ്മുടെ ഉഗ്രൻ ടേസ്റ്റിലുള്ള കാശ്മീരി ചിക്കൻ കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക്